വായിച്ചു മറന്ന ഒരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഇപ്രകാരമാണ് പോകുന്നത്: ഐ ആം ടയേർഡ് ഓഫ് വേർഡ്സ്, ഇഫ് യു ലവ് മീ ഷോ മീ. എൻ്റെ വാക്കുകൾ കേട്ടു ഞാൻ മടുത്തു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കുക. മാധവിക്കുട്ടിയൊക്കെ തൻ്റെ കൃതികളിൽ കുറിച്ചിട്ട ഒരു കാര്യം ഇപ്രകാരമാണ്: എനിക്ക് സ്നേഹം വേണം, ആ സ്നേഹം പ്രകടമായി തന്നെ വേണം. ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് നിങ്ങൾ കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതുകൊണ്ട് എനിക്ക് സ്നേഹം വേണം, പ്രകടമായി തന്നെ വേണം. ഈശോ തൻ്റെ വാക്കിൽ പറഞ്ഞു വച്ച സ്നേഹം പ്രവൃത്തിയിലൂടെ പൂർത്തീകരിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയത്. ഗെസ്തമേൻ അനുഭവങ്ങളിൽ രക്തം വാർത്തപ്പോഴും കുരിശിൽ നമുക്ക് വേണ്ടി പീഡനങ്ങളേറ്റ് മരിച്ചപ്പോഴുമെല്ലാം ഈ സ്നേഹം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവിടെ പൂർത്തിയാവുകയല്ലായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്താലാണ് നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വാക്കുകളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഈ നോമ്പുകാലത്തും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കും. വചനം കേൾക്കുന്ന വ്യക്തിയാകാം, വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകാം. പക്ഷേ നോക്കുക, നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട്.